ഓക്കെ, അപ്പൊ നമ്മള് കാർ ഓൺ എ സർക്കുലർ ലെവൽ പാത്ത് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു കാറ് ഒരു ലെവൽ റോഡിൽ കൂടെ സർക്കുലർ ലെവൽ റോഡിൽ കൂടെ ഓടുമ്പോൾ ആ കാറിൽ ആക്ട് ചെയ്യുന്ന നമ്മൾ ഇന്നലെ പഠിപ്പിച്ചായിരുന്നു എന്താ, ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്ന ഒരു സംഭവം പഠിപ്പിച്ചായിരുന്നു. എന്താ, അതായത് ഒരു ഒരു ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇത് വെച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ, ഇതിങ്ങനെ ചരിക്കുമ്പം ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ചരിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് ഗ്ലൈഡ് ചെയ്യത്തുള്ളൂ, ശരിയല്ലേ? അപ്പം അതേപോലെ തന്നെ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ എന്താണ് ഒരു റോഡിൽ, അതായത് സർക്കുലർ റോഡിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആ സർക്കുലർ ലെവൽ റോഡാണ്. ലെവൽ റോഡിൽ കൂടെ നമുക്ക് എത്രത്തോളം സ്പീഡിൽ ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളിപ്പം ഒരു വട്ടത്തിലുള്ള ഒരു പാത്തിൽ കൂടി ഇങ്ങനെ നമ്മൾ വട്ടത്തിലുള്ള പാത്തിൽ കൂടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. നല്ല സ്പീഡാണെങ്കിൽ നമുക്ക് ആ വട്ടത്തിനകത്ത് തന്നെ നിൽക്കാൻ പറ്റുമോ? നമ്മൾ എന്ത് ചെയ്യും? തെറിച്ച് ആ വട്ടത്തിന് പുറത്തു പോകും, ആക്സിഡന്റ് പറ്റും, ശരിയല്ലേ? നമ്മളിപ്പോൾ ഒരു ബൈക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വട്ടത്തിലുള്ള ഒരു പാത്ത്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ മറ്റേ സൈക്ലിംഗ്, എന്തുവാ ഇങ്ങനെ വട്ടത്തിലുള്ള ഒരു പാത്തിൽ കൂടെ സൈക്കിൾ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? വട്ടത്തിലുള്ള പാത്തിൽ കൂടെ സൈക്കിൾ ചെയ്യുമ്പോൾ ആ പാത്തില് അതിന്റെ റേഡിയസ് അനുസരിച്ച് ഒരു പെർമിറ്റഡ് സ്പീഡ് ഉണ്ട്. ആ സ്പീഡിൽ കൂടുതൽ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഇങ്ങനെ കറങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ പുറത്തോട്ട് എന്ത് ചെയ്യും? തെറിച്ചു പോകും. അപ്പം അത് അവിടെ നിൽക്കാൻ വേണ്ടി നിങ്ങളുടെ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പം ഹെഡിങ് എഴുതിക്കോളൂ. കാർ ഓൺ എ സർക്കുലർ ലെവൽ പാത്ത്. ഇതിന്റെ ടോപ്പ് വ്യൂവും സൈഡ് വ്യൂവും വരച്ച് കാണിക്കാം. അതായത് ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഒരു സർക്കുലർ പാത്ത് ഒന്ന് വരയ്ക്കാമേ. അതിന്റെ ടോപ്പ് വ്യൂ ആണ്. അതായത് നിങ്ങൾ ഒരു കാർ ഒരു സർക്കുലർ പാത്തിൽ കൂടെ ഓടിച്ചോണ്ടിരിക്കുകയാണ്. അതിന്റെ ടോപ്പ് വ്യൂ, അതായത് ഹെലിക്യാം വെച്ചുള്ള വ്യൂ ആണ്. ഇത് ഒരു ഗ്രൗണ്ട് ആണെന്ന് വിചാരിക്കുക. ഈ ഗ്രൗണ്ടിന് ചുറ്റുമുള്ള റോഡാണ് ഇതെന്ന് വിചാരിക്കുക. റോഡ് മീൻസ് എന്താണ്? ചെറിയ വഴിയാണെന്ന് വിചാരിക്കുക. ഇതാണ് സർക്കുലർ പാത്ത്. ഓക്കെ, നമുക്ക് ഈ സർക്കുലർ പാത്തിന് എന്തായാലും എന്തുണ്ടാവും? ഒരു റേഡിയസ് കാണും, ഇല്ലേ? ശരിയല്ലേ? ഒരു റേഡിയസ് കാണും, ശരിയല്ലേ? ഓരോ പോയിന്റിലും, ഇവിടെ എടുത്താലും ഈ പോയിന്റ് എടുത്താലും ഈ പോയിന്റ് എടുത്താലും ഏത് പോയിന്റ് എടുത്താലും എന്താവും? അതിനൊരു റേഡിയസ് ഉണ്ട്, ഇല്ലേ? അപ്പം ഈ സർക്കുലർ പാത്തിൽ പെർമിറ്റഡ് ആയിട്ടുള്ള വെലോസിറ്റി എന്താണ്? അല്ലെങ്കിൽ ഈ സർക്കുലർ പാത്തിൽ ഈ പർട്ടിക്കുലർ വളം അനുസരിച്ച് ഒരു വണ്ടിക്ക് എത്ര സ്പീഡിൽ പോകാൻ പറ്റും എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു റിലേഷൻ ആണ് ഇത്. അപ്പൊ അതിനായിട്ട് ഇത് ടോപ്പ് വ്യൂ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ വണ്ടിയുടെ ടോപ്പ് വ്യൂ മാത്രമല്ലേ കാണത്തുള്ളൂ. ഇങ്ങനെ ഒരു വണ്ടി കിടക്കുന്നതായിട്ടേ കാണത്തുള്ളൂ, ശരിയല്ലേ? ആണോ? ഓക്കെ, അപ്പൊ ഈ വണ്ടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ ഒരു പാത്തിൽ എന്ത് ചെയ്തോണ്ടിരിക്കുക? അടിച്ചു വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വണ്ടിക്ക് അല്ലെങ്കിൽ ഈ വണ്ടിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എന്തൊക്കെയാണ്? വണ്ടി ഈ സർക്കുലർ പാത്തിൽ നിൽക്കത്തില്ല. ഇപ്പം നമ്മൾ മറ്റേ ഇതും കൊണ്ടൊക്കെ 4x4 വണ്ടികളും കൊണ്ടൊക്കെ നമ്മൾ അഭ്യാസം കാണിക്കത്തില്ലേ വട്ടത്തില്? അപ്പം ഈ വണ്ടിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വട്ടത്തിൽ കറങ്ങുന്ന ഏതൊരു ഒബ്ജക്റ്റിലും എന്ത് ആക്ട് ചെയ്യുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് FC ആക്ട് ചെയ്യുമെന്നാണ് പഠിച്ചിട്ടുള്ളത്, ശരിയല്ലേ? ശരിയാണോ? ആണ്. ഓക്കെ, ഇതിന്റെ ഇനിയിപ്പോ നമ്മൾ എന്താണ് ആ പാത്തിന്റെ ബാക്ക് വ്യൂ എടുക്കാൻ പോകണം. ബാക്ക് വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ 3 ഡയമെൻഷനിൽ തന്നെ ഇങ്ങനെയാണ് പോകുന്നത് ആ സർക്കുലർ പാത്ത്. അതായത് അതിന്റെ പുറകിൽ നിന്നുള്ള വ്യൂ, അതായത് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഈ പടം വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കാർ എങ്ങനെ വരയ്ക്കാം? നമ്മുടെ കാറ് ഇങ്ങനെയാണ്, അതിന്റെ ഗ്ലാസ് ഇങ്ങനെ ഇരിക്കും. അതേപോലെ തന്നെ അതിന്റെ ബാക്ക്, കാർ എന്ന് പറയുമ്പോൾ അതിന്റെ ജീപ്പാണ്. അപ്പൊ അതിന്റെ ടയർ ഇങ്ങനെ ടയർ ഇങ്ങനെ ഇരിക്കും. ബാക്ക് സൈഡ് ഇങ്ങനെയല്ലേ കാണാൻ പറ്റത്തുള്ളൂ. പുറകിൽ നോക്കുമ്പോൾ ഇത് ടോപ്പ് വ്യൂ ആണ്. ഇതെന്താ? ഇത് ബാക്ക് വ്യൂ ആണ്, അല്ലേ? അപ്പം ഇതായിരിക്കും ആ സർക്കുലർ, ഇത് സെന്റർ, ഇതായിരിക്കും ഇതിന്റെ സെന്റർ എന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇങ്ങോട്ടേക്ക് ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ആണല്ലോ. അതേപോലെ തന്നെ ഈ ടയർ ഈ റോഡിൽ ഇരിക്കുമല്ലേ, ഇതിന്റെ ഫോഴ്സ് ശരിക്കും പറഞ്ഞാൽ വെളിയിലോട്ടാണ്. ഇതിന്റെ ഈ മൂവ്മെന്റ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് ശരിക്കും പുറത്തോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് അകത്തേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതിനെ നിങ്ങൾ ഇങ്ങനെ തിരിക്കുമ്പോൾ അപകടങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇങ്ങനെ തിരിക്കുമ്പോൾ അപകടങ്ങൾ വെളിയിലോട്ടാണ് ഉണ്ടാകുന്നത്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ ഓൺലൈനിൽ ഇരിക്കുന്നവർ കാണിച്ചു തരാം. അതായത്
നിങ്ങൾ വണ്ടിയിൽ പോവാണ്, വണ്ടി ഇങ്ങനെ തിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ ഇങ്ങനെ വണ്ടി ലെഫ്റ്റിലോട്ട് തിരിക്കുവാണെങ്കിൽ നിങ്ങളുടെ ബോഡി ഇങ്ങനെയാണ് പോകുന്നത്. വണ്ടിക്ക് കൃത്യമായിട്ടുള്ള ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? വണ്ടിയുടെ ഒരു സൈഡ് പൊങ്ങി ഇങ്ങനെ കറങ്ങിയ ആ വെളിയിലോട്ട് പോകും, ശരിയല്ലേ? അല്ലെങ്കിൽ സ്കിഡായി പുറത്തോട്ട് പോകും, ശരിയല്ലേ? ആണ്. അപ്പം വണ്ടി ഇങ്ങനെ പോകാതിരിക്കുന്നതിനുള്ള കാരണം എന്താ? ആ വണ്ടിയുടെ ടയറിൽ ആ നടുക്കോട്ട് തന്നെ എന്ത് ആക്ട് ചെയ്യുന്നുള്ളതുകൊണ്ടാണ്? ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഫ്രിക്ഷൻ ആക്ട് ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? ആണോ? അപ്പം അതും ആലോചിച്ച് വെക്കുന്നത് എഫ്. അതേപോലെ തന്നെ ഇങ്ങോട്ട് തന്നെയാണ് അതിന്റെ എന്തും ആക്ട് ചെയ്യുന്നത്? എഫ് ഫ്രിക്ഷനും ആക്ട് ചെയ്യുന്നത്, ശരിയല്ലേ? ഇങ്ങോട്ട് തന്നെയാണ് സെൻട്രലോട്ട്, അല്ലെങ്കിൽ സെൻട്രലോട്ട് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഈ ഡയറക്ഷനിൽ തന്നെയാണ് എഫ് ഫ്രിക്ഷനും ആക്ട് ചെയ്യുന്നത്. ആണല്ലോ? ഓക്കെ ആണല്ലോ? ക്ലിയർ ആണോ? ആണോടെ? ഓക്കെ. ഇനി ഈ കാറിൽ അതല്ലാതെ രണ്ട് ഫോഴ്സ് കൂടെ ആക്ട് ചെയ്യും. ഒന്ന് ആർ, റിയാക്ഷൻ ഫോഴ്സ് ആക്ടിങ് അപ്വേർഡ്സ്, ആൻഡ് വെയിറ്റ് ആക്ടിങ് എന്താണ്? ഡൗൺവേർഡ്സ്. വെയിറ്റ് ഈസ് ഈക്വൽ ടു mg ഡൗൺവേർഡ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് കാണണം. പടത്തിനകത്ത് ഇത് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചില്ല. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ വരയ്ക്കണം, പരീക്ഷയുടെ കാര്യം പറഞ്ഞത്. ഇത് ഞാനൊന്ന് ഇത് കഴിഞ്ഞിട്ട് വരച്ചു, ഇത് എഴുതിപ്പിച്ചിട്ട് വരച്ചു, എഴുതിപ്പിച്ചിട്ട് വരച്ചു. ഓക്കെ, ഇത് ലെവൽ പാത്ത് ആണ്. ആ റോഡിന് ഒരു ചരിവോ ഒന്നുമില്ല, നേരെ കിടക്കുന്ന വട്ടത്തിലുള്ള റോഡ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്കറിയാവുന്നത് എന്താ? ഇതല്ല, അറ്റ് ഇക്വിലിബ്രിയം എന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അറ്റ് ഇക്വിലിബ്രിയം എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇതിൽ ആക്ട് ചെയ്യുന്ന മൊത്തം ഫോഴ്സ് എന്തായിരിക്കും? ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എന്താ? വണ്ടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇൻസ്റ്റന്റിൽ ഇതിൽ ആക്ട് ചെയ്യുന്ന മൊത്തം ഫോഴ്സ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് വണ്ടി എന്ത് ചെയ്യാത്തത്? സ്കിഡായി പോകാത്തത്, ശരിയല്ലേ? അപ്പം അറ്റ് ഇക്വിലിബ്രിയം നമുക്ക് വേണേൽ എന്തെടുക്കാം? അറ്റ് ഇക്വിലിബ്രിയം നമുക്ക് എന്തെടുക്കാം? ഇതിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സും അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന എൻജിൻ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ സെൻട്രിപെറ്റൽ ഉള്ളത് കൊണ്ടാണ് അവിടെ ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്. എഫ് ഫ്രിക്ഷന് തുല്യമായിരിക്കും. ഓക്കെ ആണല്ലോ? എഫ് ഫ്രിക്ഷന് തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഇവിടെ ഓർത്തോണം, അതായത് ദാറ്റ് ഈസ് എന്താ? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈക്വൽ ടു എന്താ? ഫ്രിക്ഷണൽ. സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് അതിനെ നടുക്കോട്ട് എന്താണ്? ഫ്രിക്ഷൻ, നടുക്കോട്ട് വലിച്ചു വെക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സും ഫ്രിക്ഷനും ഈക്വൽ. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താണ് നമ്മൾ കഴിഞ്ഞ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്താന്ന് പഠിച്ചിട്ടുണ്ടോ? എന്താ? വി സ്ക്വയർ ബൈ ആർ ആണ് നമ്മൾ ഡിറൈവ് ചെയ്തായിരുന്നു കഴിഞ്ഞ ചാപ്റ്ററിനകത്ത്. അപ്പം ഫോഴ്സ് ഈസിക്കൽ ടു എം ഇൻറ്റു എ ആണ്. ഇത് എ ആണ്, വി സ്ക്വയർ ബൈ ആർ. അപ്പൊ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ വി സ്ക്വയർ ബൈ ആർ ആണെങ്കിൽ അതുകൊണ്ട് ഈ ഫോഴ്സിന്റെ ഇക്വേഷനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് കിട്ടും. എന്താ? എം വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ എന്ന് കിട്ടും. എക്ക് പകരം വി സ്ക്വയർ ബൈ ആർ കൊടുത്താൽ മതി. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ത് കിട്ടും? എം വി സ്ക്വയർ ബൈ ആർ. അപ്പൊ അതിന് പകരം ഞാൻ ഇവിടെ എം വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ എന്നില്ല. ഇത് അറിയത്തില്ലെങ്കിൽ സൈഡിൽ ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചോണം. ഇത് എ സി ആണ്, എ സി സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഈസിക്കൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണെന്നാ പറഞ്ഞത്? മ്യൂ എസ് മ്യൂ ആർ ആണെന്നല്ലേ പറഞ്ഞത്? മ്യൂ ഇൻറ്റു ആർ അല്ലേ? ഫ്രിക്ഷൻ ഈസിക്കൽ എന്താ? അതായത് മ്യൂ കെ ഇൻറ്റു ആർ എന്ന് പറഞ്ഞു, മ്യൂ എസ് ഇൻറ്റു ആർ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ടും പറഞ്ഞാണ്, ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മ്യൂ ഇൻറ്റു ആർ എന്നേ പറയത്തുള്ളൂ, കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യാം. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടത്തെ ഈ ആറിനെ നമുക്ക് എന്താക്കാം? ആർ എന്തിന് ഈക്വല? ആർ ഈസിക്കൽ ടു എന്തെന്ന് പറഞ്ഞാൽ എടുത്തിരിക്കുന്നത്? ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2, അല്ല ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കും. ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന അറിയോ? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1 ഇൻ എന്താ 2. അപ്പൊ എന്ത് വരും? എം വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ഈസിക്കൽ എന്താ? മ്യൂ ആർ ജി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? എം ഇൻറ്റു ജി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ എമ്മും കട്ട്. അങ്ങനെയാണെങ്കിൽ വി സ്ക്വയർ ബൈ ആർ ഈസിക്കൽ എന്താ? മ്യൂ ജി എന്ന് വരും. ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആറിനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ വി സ്ക്വയർ ഈസിക്കൽ എന്താ? മ്യൂ ആർ ജി എന്ന് വരും. അപ്പൊ വി എത്ര വരും? സ്ക്വയർ റൂട്ട് ഓഫ് എത്ര? മ്യൂ ആർ ജി. അതായത് ഈ ഒരു സ്പീഡിൽ കൂടെ മാത്രമേ ആ റേഡിയസ് ഉള്ള സർക്കുലർ പാത്തിൽ കൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് മാക്സിമം സ്പീഡാണ്, വി മാക്സ് ആണ്. ഈ സ്പീഡിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ വണ്ടി സ്കിഡായി ആ സർക്കുലർ പാത്തിന്റെ വെളിയിലോട്ട് എന്ത് ചെയ്യും? വെളിപ്പുറത്തോ അപകടങ്ങൾ സംഭവിക്കും.
ഓക്കെ ആണല്ലോ. ഇതാണ് കൺസെപ്റ്റ്, എഴുതിയെടുത്തു. ഇനി ഒറ്റ ടോപ്പിക് കൂടെ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്റർ അത് പഠിക്കാം. പെട്ടെന്ന് ഏതാ വരയ്ക്കാനുള്ളത്? രണ്ടും വരയ്ക്കണം. ഇത് ടോപ്പ് വ്യൂ, ഇത് ബാക്ക് വ്യൂ. ആർക്കെങ്കിലും മനസ്സിലാവണ്ടോ ചോദിച്ചോ. ക്രിസ്ത്യൻ, ജ്യോതിസ്, അർജുൻ. അതേപോലെ അലൻ, അനഘ, പാർവണ, സൂര്യഗായത്രി. മനസ്സിലായി സർ.
എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇനിയും അടുത്ത ഇത് മാക്സിമം സ്പീഡാണ് വി മാക്സ്. ഇനിയും അടുത്തത് നമുക്ക് ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്, ലാസ്റ്റ് ടോപ്പിക്കാണ്. ഇതൊരു ഡെറിവേഷൻ ആണ്. 3 ഡെറിവേഷൻ ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യത. ഒന്നെങ്കിൽ സർക്കുലർ ലെവൽ റോഡ് ചോദിക്കും, അല്ലെങ്കിൽ ബാങ്ക്ഡ് റോഡ് ചോദിക്കും, അല്ലെങ്കിൽ പിന്നീട് എന്താ ചോദിക്കാൻ സാധ്യത, പിന്നെ അല്ലെങ്കിൽ അതിനകത്തൊരു കൊളീഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കുകളുണ്ടല്ലോ, അത് വിട്ടുപോയി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം എന്തായാലും. ഓക്കെ, അതിന് തീരത്തില്ലായിരിക്കും. കൊളീഷൻ അടുത്ത എനിക്ക് ബാങ്കിങ് ഓഫ് റോഡ്സ്. ബാങ്കിങ് ഓഫ് റോഡ്സ് എന്താണ് ബാങ്കിങ് ഓഫ് റോഡ്സ്? ഞാൻ ബാങ്കിങ് ഓഫ് റോഡ്സിന്റെ ഒരു ഇത് ഇമേജ് കാണിച്ചു തരാം, നിങ്ങളത് നോക്കിയാൽ. ബാങ്കിങ് ഓഫ് കണ്ട ഈ റോഡ് നിങ്ങൾ ചില സൈഡൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോഡ് കണ്ടോ, ഇച്ചിരി ഒരു സൈഡ് ഇച്ചിരി കിളത്തി ഒരു സൈഡ് താത്തിയായിട്ട് അറിയിരിക്കുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഹൈ റേഞ്ചിലൊക്കെ പോകുന്ന സമയത്ത് വളവ് വരുമ്പോൾ കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഒരു സൈഡ് ഇതൊന്ന് നോക്കി കണ്ടോ, ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ സൈഡ് ഇച്ചിരി കിളത്തി ഈ സൈഡ് താത്തിയാണ് ചെയ്തിരിക്കുന്നത്. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഇച്ചിരി സ്പീഡ്. കറക്റ്റ്. അതായത് നോർമലി ഒരു സർക്കുലർ റോഡിൽ കൂടെ പോകുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ, അതായത് ഈ വി മാക്സിനെക്കാട്ടിലും കുറച്ചുകൂടെ സ്പീഡിൽ നമുക്ക് ഇവിടെ പോകാൻ പറ്റും. കാരണം ചരിഞ്ഞിരിക്കുന്നുണ്ട്. ആ ചരിവ് കുറച്ച് സ്പീഡ് കൂടിയാലും സ്കിഡ് ആകുന്നതിനെ തടയും. മനസ്സിലായോ? അതായത് വേറൊരെണ്ണം കൂടെ കാണിക്കാം നമുക്ക്. കണ്ടോ, ഈ റോഡൊക്കെ ഒരു സൈഡ് താന്നും ഒരു സൈഡ് പൊങ്ങിയായിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടോ, ഈ സൈഡ് പൊങ്ങി ഈ സൈഡ് താന്നുമായിരിക്കുന്നത്. ശരിയല്ലേ? ആണോ? ആണ്. ഇത് കുറച്ചുകൂടെ നോക്കിയാലും കുറച്ചുകൂടെ കണ്ടോ, ഈ സൈഡ് പൊങ്ങി ഈ സൈഡ് താന്ന്, ഈ സൈഡ് പൊങ്ങി ഈ സൈഡ് താന്നായിരിക്കുന്നത്. ശരിയാണോ? അവിടെ ആണോ? വ്യക്തമായിട്ട് തന്നെ ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കണ്ടോ, ഇതൊരു സൈഡ് ചരിഞ്ഞല്ലേ ഇരിക്കുന്നത്. ആണോ? അതെന്തുകൊണ്ടാണ് വളവിൽ ഒരു സൈഡ് കിളത്തിയും ഒരു സൈഡ് ചരിച്ചും ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഓൾറെഡി ഒരു സർക്കുലർ ലെവൽ റോഡിൽ കൂടെ ആണെങ്കിലും അവിടെ അതുവഴി സഞ്ചരിക്കുന്നതിന് ഒരു പെർമിറ്റഡ് സ്പീഡ് ഉണ്ട്. അതാണ് തന്നിരിക്കുന്നത്. വി മാക്സ് ഈക്വൽ എന്താ? മ്യൂ ആർ ജി ആണല്ലോ. അപ്പം ആ സ്പീഡിനെക്കാട്ടിലും കുറച്ചുകൂടെ സ്പീഡ് നമുക്കിപ്പം സർക്കുലർ ലെവൽ റോഡിൽ ഒരു പർട്ടിക്കുലർ ഒരു 50 സെന്റിമീറ്റർ അല്ലെങ്കിൽ 50 സെന്റിമീറ്റർ 50 മീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കുലർ പാത, അതിൽ കൂടെ ഒരു 60 km/h നമുക്ക് സഞ്ചരിക്കാമെന്ന് വിചാരിക്കുക. ആ റോഡ് തന്നെ നിങ്ങളൊന്ന് ചരിച്ച് ടാർ ചെയ്ത് കഴിഞ്ഞാൽ ആ 50 km സ്പീഡ് എന്നുള്ളത് നിങ്ങൾക്കൊരു 60 km സ്പീഡ് വരെ പോകാൻ പറ്റും. എന്നാൽ അതിന് മുകളിൽ പോയാലേ എന്ത് ചെയ്യത്തുള്ളൂ? സ്കിഡ് ആവും. ഓക്കെ ആണല്ലോ. അപ്പൊ അതാണ് നമ്മൾ ഈ ഹൈ റേഞ്ചിലൊക്കെ പോകുന്ന സമയത്ത് ഒരു സൈഡ് ഈ വളവിന്റെ ഒക്കെ ഒരു സൈഡ് കൊക്ക ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ, അല്ലെങ്കിൽ ഇവിടൊക്കെ അത്രയും ഇതാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ ഹിമാചൽ, മണാലി, മറ്റേ കാശ്മീർ ഒക്കെ പോകുന്ന സമയത്ത് എന്താണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സൈഡ് പൊക്കി ടാർ ചെയ്തിരിക്കുന്നതൊക്കെ. ഇവിടെ മൂന്നാറൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ പോകണ്ട, അവിടെ ഒന്നും പോകണ്ട. നോർമലി നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല വളവുള്ള ഒരു ഭാഗത്ത് ചെല്ലുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. റോഡിന്റെ ആ ഒരു ആകൃതി കുറച്ച് മുകളിൽ താഴെയായിട്ടായിരിക്കും ഇരിക്കുന്നത്. ശ്രദ്ധിച്ചാൽ മതി. അതിനെയാണ് ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്നത്. ചരിച്ച് ചെയ്യുന്നതിനെയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഫോഴ്സുകളൊക്കെ എങ്ങനെയൊക്കെയാണ് അതിന്റെ ബാക്കി കാര്യങ്ങളെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനകത്ത് എഴുതേണ്ടത് ടു അവോയ്ഡ് എഴുതിക്കോ. ടു അവോയ്ഡ് സ്കിഡിങ് ആൻഡ് wear and tear of tires of vehicle, the outer part of the road is slightly raised above the inner part, so that
so that the road so that the road slope towards the center towards center of the curve of the curved road. This is known as banking of roads. About the internet. അതായത് to avoid skidding and wear and tear of tires of vehicle, the outer part of road is slightly raised above the inner part so that the road slope towards the center of the curved road. This is known as banking. ചരിച്ചു വെച്ചാലും നേരെ വെച്ചാലും ഫ്രിക്ഷൻ ഒന്നാന്ന് ചോദിച്ചാൽ ഫ്രിക്ഷൻ കൂടും ചരിച്ചു വെച്ച്. കാരണം എന്താ? ഫ്രിക്ഷൻ കൂടുമ്പോൾ വിയർ ആൻഡ് ടിയർ എങ്ങനെയാടാ കൂടുന്നത്? എടാ ഫ്രിക്ഷൻ അങ്ങനല്ലടാ. എടാ വണ്ടി സ്കിഡ് ആകുന്നതിനെ ഒഴിവാക്കാനും പെട്ടെന്ന് അതായത് നമ്മള് സ്പീഡിൽ പോകുന്ന സമയത്തല്ലേ കൂടുതൽ ഫ്രിക്ഷൻ അനുഭവപ്പെടുന്നത്. അതായത് നമ്മളിപ്പം ഒരു വളവ് വളയ്ക്കുന്ന സമയത്ത് നമ്മൾ നല്ല സ്പീഡിൽ പോകണമെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് ഫ്രിക്ഷനും ഉണ്ട്, സെൻട്രിപെറ്റൽ ഫോഴ്സും ഉണ്ട്. നമ്മൾ ഫ്രിക്ഷൻ കൊണ്ടാണ് അവിടെ പിടിച്ച് നിൽക്കുന്നത്. ഇനി നീ ബാങ്ക്ഡ് ചെയ്താലും ബാങ്ക്ഡ് ചെയ്തില്ലെങ്കിലും എന്ത് സംഭവിക്കും? ഫ്രിക്ഷൻ ഉണ്ടാകും, ടയർ തേയും. ആ ടയർ തേയ്മാനം കുറയ്ക്കാൻ, മനസ്സിലായോ? കുറയ്ക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ റോഡ് ചരിച്ച് പണിത് കഴിഞ്ഞാൽ തേയ്മാനം സംഭവിക്കത്തില്ല എന്നല്ല, തേയ്മാനം സംഭവിക്കും. മനസ്സിലായോ? കുറയ്ക്കാൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ എന്താണ് നമ്മൾ ഈ ചില റോഡിലൊക്കെ പോകുന്ന സമയത്ത് വണ്ടിയുടെ ടയർ നന്നായിട്ട് കിടന്ന് കറങ്ങും, പക്ഷെ മൂവ് ചെയ്യത്തില്ല, ഒരഞ്ഞൊരഞ്ഞ് ഇങ്ങനെ കറങ്ങുന്ന കണ്ടിട്ടില്ലേ? അതായത് ചള്ളക്കകത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം സംഭവിക്കും. ചില റോഡിലും അങ്ങനെ ആയിരിക്കും. ആ ചില റോഡ് നൈസ് ആയിരിക്കും. അപ്പൊ ആ സമയത്തേക്ക് ടയർ കറങ്ങുന്നുണ്ടാവും, പക്ഷെ എന്ത് ചെയ്യത്തില്ല, ടയർ അവിടെ തന്നെ നിന്ന് കറങ്ങും. അപ്പൊ എന്ത് ചെയ്യും? തേയ്മാനം സംഭവിക്കും. മനസ്സിലായി? അങ്ങനെയൊക്കെ ഒത്തിരി രീതിയിൽ വരാം. ടയർ കത്തുന്ന മണമൊക്കെ വരുന്നെന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ വണ്ടി ഓടിക്കുമ്പോൾ? അത് ടയർ ഈ ഒരഞ്ഞ് കത്തുന്നതാണ്. ഓക്കെ, അപ്പം ഇതിന്റെ പടം നോക്കിയോ. ബാങ്ക്ഡ് റോഡിന്റെ പടം നമ്മൾ മറ്റേ ആംഗിൾ ഓഫ് റിപ്പോസ് വരച്ച പോലെ വരയ്ക്കുന്നത്. അത് നോക്കിയോ. അതായത് ഇങ്ങനെ ഇവിടെ നോക്കിയോടെ, ഇവിടെ നല്ല പാടാണ്, മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. ഓക്കെ, അതായത് ഇപ്പൊ ഇത് നേരെയുള്ള റോഡായിരുന്നു, ഇത് ചരിച്ച് ഇപ്പൊ ടാർ ചെയ്തിരിക്കുന്ന റോഡ്. ഓക്കെ, അപ്പം അവിടുത്തെ ആംഗിൾ എത്ര? ഇപ്പൊ അവിടുത്തെ ആംഗിൾ എത്ര? θ°. ഇവിടെയാണ് നമ്മുടെ വണ്ടി ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. ഇവിടാണ് നമ്മുടെ വണ്ടി. ഇത് വണ്ടിയുടെ എന്താണ്? ഇത് വണ്ടിയുടെ ടയർ കണ്ടോ? ഇത് വണ്ടിയുടെ ടയർ. ഇങ്ങനെയാണ് വണ്ടി ഇരിക്കുന്നത്. ഈ വണ്ടിയുടെ മണ്ടയ്ക്ക് എത്ര ഫോഴ്സ് ആക്ട് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു റിയാക്ഷൻ ഫോഴ്സ് എന്തായാലും മുകളിലോട്ട് ആക്ട് ചെയ്യും, R. അതേപോലെ തന്നെ ഒരു വെയിറ്റ്, വണ്ടിയുടെ വെയിറ്റ് എങ്ങനെയായിരിക്കും? വെയിറ്റ് ആക്ടിങ് ഇങ്ങനെയായിരിക്കും. ഇതാണ് വണ്ടിയുടെ വെയിറ്റ്, mg ആണല്ലോ. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ്, ചരിയുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്? ചരിയുമ്പോഴാണെങ്കിലും എങ്ങോട്ടാണെങ്കിലും ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ ഡയറക്ഷനിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? ആണോ? വണ്ടി ഇങ്ങോട്ട് വട്ടത്തിൽ കറങ്ങുമ്പോൾ വണ്ടി എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? വട്ടത്തിൽ കറങ്ങുമ്പോൾ വെളിയിലോട്ടാണ് വണ്ടി ഫോഴ്സ് വരുന്നത്. അപ്പൊ ആ ഫോഴ്സിനെ ഓവർകം ചെയ്ത് അവിടെ തന്നെ നിർത്തണമെങ്കിൽ ഫ്രിക്ഷൻ എങ്ങോട്ട് ആക്ട് ചെയ്യണം? ഇങ്ങോട്ട് ആക്ട് ചെയ്യണം, അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ അതിന്റെ ഫ്രിക്ഷന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് എടുത്തു, അല്ലേ? ഇങ്ങോട്ടേക്ക് എടുത്തു. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? ഇത് ഫ്രിക്ഷൻ ആണ്, ഇപ്പൊ ഫ്രിക്ഷൻ ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിച്ചോണം, ഇതെല്ലാം വെക്ടർ ക്വാണ്ടിറ്റിയാ. ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാ. അതായത് റിയാക്ഷൻ ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാ, ഈ എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാ, ഈ വെയിറ്റ് mg ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാ. ശരിക്കും പറഞ്ഞാൽ ഇത് മൂന്നും സ്ലാൻഡിങ് പൊസിഷനിലല്ലേ ആക്ട് ചെയ്യുന്നത്? നേരെ ആക്ട് ചെയ്യുന്നുണ്ടോ? അപ്പൊ വെയിറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഇങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു നേരെ ആക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇത് ചരിഞ്ഞിരിക്കുമ്പോഴും വെയിറ്റ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ വെയിറ്റിനെ രണ്ട് കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ റിയാക്ഷൻ ഫോഴ്സ് എങ്ങനെയായിരുന്നു ഇരിക്കേണ്ടിയിരുന്നത്? റിയാക്ഷൻ ഫോഴ്സ് എങ്ങനെയായിരുന്നു ഇരിക്കേണ്ടിയിരുന്നത്? വെർട്ടിക്കൽ ആയിട്ടാണ് ഇരിക്കേണ്ടത്. അതായത് കൃത്യം എന്താ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ? പക്ഷെ ഇപ്പൊ റോഡ് ചരിഞ്ഞുകൊണ്ട് റിയാക്ഷൻ ഫോഴ്സ് ഇങ്ങനെയായിരിക്കുന്നത്. ആണോ? അങ്ങനെയാണെങ്കിൽ അതും എന്താ സ്ലാൻഡിങ് രീതിയിലാണ്. സ്ലാൻഡിങ് രീതിയിലുള്ള വെക്ടേഴ്സിനെ നമ്മൾ എന്താക്കണം? രണ്ട് വെക്ടറായിട്ട് തിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇവിടെ രണ്ട് വെക്ടറായിട്ട് തിരിക്കാൻ പോവാം. ഒരു വെക്ടർ ആറിന്റെ രണ്ട് കമ്പോണന്റ് ആണ്. ഒന്ന് ഇതും ഒന്ന് ഇങ്ങോട്ടും. ഇത് ആറിന്റെ രണ്ട് കമ്പോണന്റ്സ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അതിൽ ഏത് കമ്പോണന്റ്, കോസ് കമ്പോണന്റ് ഏതാ, സൈൻ കമ്പോണന്റ് ഏതാന്ന് ഞാൻ പറഞ്ഞുതരാം. അത് അവിടെ നിൽക്കട്ടെ. ഓക്കെ. ഇനിയും അതേപോലെ തന്നെ എം ജിക്കും രണ്ട് കമ്പോണന്റ് കാണുമല്ലോ, പെർപെൻഡിക്കുലർ. അപ്പം എം ജിയുടെ രണ്ട് കമ്പോണന്റിൽ എം ജി ഇങ്ങനെയാണ്. അപ്പൊ എം ജിയുടെ ഒരു കമ്പോണന്റിനെ ഇങ്ങനെയും അടുത്ത കമ്പോണന്റ് ഇങ്ങനെയും ഈ ഫ്രിക്ഷൻ പോകുന്ന ഡയറക്ഷനിലുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇതിനകത്ത് ഏത് കമ്പോണന്റ് ആണ് ഇതിന്റെ സൈൻ കമ്പോണന്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് തീറ്റ ആണെങ്കിൽ ഇതെന്തായിരിക്കും? 90 ആയിരിക്കും. അപ്പൊ ഇതെന്തായിരിക്കും? 90 മൈനസ് തീറ്റ. അങ്ങനെയാണ് ഇതെന്തായിരിക്കും? ഇത് തീറ്റ. ഓക്കെ ആണല്ലോ? ഇത് 90 മൈനസ് തീറ്റ ആണെങ്കിൽ ഇത് രണ്ടും 90 ഡിഗ്രി. അപ്പം ഇത് എത്ര വരും? ഇത് തീറ്റ വരും. ശരിയല്ലേ? ഇത് തീറ്റ ആണെങ്കിൽ ഇതെന്ത് വരും? ഇത് 90 മൈനസ് തീറ്റ വരും. ഇതെന്ത് വരും? തീറ്റ വരും. ഓക്കെ. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയാം, നിങ്ങൾ കാണാതെ പഠിക്കണമെങ്കിൽ ഇതൊന്നും പഠിക്കണ്ട. കാണാതെ പഠിക്കണമെങ്കിൽ എന്തൊക്കെ തീറ്റയാന്ന് പഠിച്ചാൽ മതി എന്നറിയോ? ഇത് തീറ്റ ആയിട്ട് എടുക്കുക, എന്നിട്ട് ഇത് തീറ്റ ആയിട്ട് എടുക്കുക, എന്നിട്ട് ഇതും തീറ്റ ആയിട്ട് എടുക്കുക. ഓക്കെ. തീറ്റ അടുത്തുള്ള കമ്പോണന്റ് എന്ത് കമ്പോണന്റാ? കോസ് കമ്പോണന്റ് ആണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആറിന്റെ കോസ് കമ്പോണന്റ് ആർ കോസ് തീറ്റ ഇതായിരിക്കും. അതേപോലെ തന്നെ ആറിന്റെ സൈൻ കമ്പോണന്റ് ആർ സൈൻ തീറ്റ ഇതായിരിക്കും. അതേപോലെ തന്നെ തീറ്റ അടുത്തുള്ള കമ്പോണന്റ് കോസ് കമ്പോണന്റ് ആയതുകൊണ്ട് എം ജിയുടെ കോസ് കമ്പോണന്റ് എം ജി കോസ് തീറ്റ ഇതായിരിക്കും എം ജി സൈൻ തീറ്റ. ഓക്കെ ആണല്ലോ? വേറൊരു കാര്യമുണ്ട്, ഇത് ഫ്രിക്ഷൻ ആണ്. എഫ് ഫ്രിക്ഷൻ എന്ന് തന്നെ എഴുതിയേക്കാം. ഫ്രിക്ഷൻ ആണ്. ഇതേപോലെ സർക്കുലർ പാത്ത് ആയതുകൊണ്ട് സെൻട്രിപെറ്റൽ ഫോഴ്സും എങ്ങനെ തന്നെ ആയിരിക്കും? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇങ്ങോട്ട് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം അതിനെയും കൂടെ ഞാനൊന്ന് ഇതിങ്ങനെയും കൂടെ എഴുതുകയാണ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എഫ് സെൻട്രിപെറ്റൽ അതും ഇങ്ങോട്ട് തന്നെ ആയിരിക്കും. അതും സെൻട്രലോട്ടായിരിക്കും ഇല്ലയോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡെറിവേഷൻ തുടങ്ങാൻ പോവാണ്. അറ്റ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൽ എന്താ സംഭവിക്കുന്നത്? എന്തിനൊക്കെ ഈക്വൽ ആയിരിക്കും? ആർ കോസ് തീറ്റ. ആർ കോസ് തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എം ജിക്ക് അല്ലല്ലോ ഈക്വൽ. ആർ കോസ് തീറ്റ എന്തിനൊക്കെ ഈക്വൽ? ഒരു സെക്കൻഡ്, ഞാൻ ഈ എം ജിനെ അല്ല നമ്മൾ റിസോൾവ് ചെയ്യുന്നത്. ഒരു കുഞ്ഞുങ്ങളെ ഒരൊറ്റ സെക്കൻഡ്, ഇത് വരച്ചെങ്കിൽ ഒന്ന് മാറ്റി വരയ്ക്കണേ. ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞതിനകത്ത് ഒരു തെറ്റുണ്ട്. ഇവിടെ ശ്രദ്ധിക്കാമോ? എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഈ ഒരു തിരുത്ത വ്യത്യാസം വരുത്തണേ. ഓക്കെ. അപ്പം ഞാൻ എം ജിനെ ആറിനെ അല്ല റിസോൾവ് ചെയ്യുന്നത്. റിസോൾവ് ചെയ്യുന്ന ആരാന്നറിയോ? എഫിനെയും ആറിനെയുമാണ് റിസോൾവ് ചെയ്യുന്നത്. കാരണം എഫ് നേരത്തെ എങ്ങനെയായിരുന്നു? ലെവൽ റോഡ് വന്നപ്പം കൃത്യം ഇങ്ങനെയായിരുന്നു. ഇപ്പൊ എഫ് എങ്ങനെയായിരിക്കുന്നത്? ചരിഞ്ഞ. അപ്പൊ അതിനെയാണ് ഞാൻ റിസോൾവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അത് ഓർത്ത് വെച്ചോണം. എം ജിനെ റിസോൾവ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ? എം ജി ഓൾറെഡി താഴോട്ട് തന്നെ വെർട്ടിക്കലായിട്ട് തന്നെ കിടക്കുന്നത്, സ്ലാൻഡിങ് അല്ല കേട്ടോ. അത് എപ്പോഴും ശ്രദ്ധിച്ചോണം. അപ്പൊ ഈ എഫിനെയാണ് ഞാൻ തിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോ. അപ്പം ഇവിടെ നോക്കിക്കോണം. അപ്പം ഇവിടെ ഇതിന്റെ ഈ കമ്പോണന്റ് ഏതാ? എഫ് ഫ്രിക്ഷൻ ആണ്. ഞാൻ എഫ് എന്നേ എടുക്കുന്നുള്ളേ. എഫ് എന്ന് പറയുമ്പോൾ എഫ് ഫ്രിക്ഷൻ ആണെന്ന് ഓർത്തോണം. ഇത് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അതിന്റെ പെർപെൻഡിക്കുലർ രണ്ട് കമ്പോണന്റ് ഏതൊക്കെ എടുക്കും? ഒന്ന് ഇത് എടുക്കത്തില്ലയോ? ഒന്ന് ഇത് തന്നെ എടുക്കത്തില്ലയോ? ആണ്. അപ്പം അത് രണ്ടുമാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഓർത്തോണം. അപ്പൊ അതിനകത്ത് ഇവിടെ തീറ്റ അതേണ്ട ഇത് വരും. ഇത് തീറ്റയാണ്, ഇതും തീറ്റയാണ്, അതേപോലെ തന്നെ ഇതും തീറ്റയാണ്. അപ്പം കമ്പോണന്റ് ഒക്കെ എടുക്കുന്നത് മറ്റേ മുകളിലത്തെ കമ്പോണന്റ് സെയിം തന്നെ. എന്താ? ആർ കോസ് തീറ്റ. ഇതെന്താ? ആർ സൈൻ തീറ്റ. ഇതിനാണ് വ്യത്യാസം വന്നത്. ഇത് തീറ്റ അടുത്തുള്ള കമ്പോണന്റ് ആയതുകൊണ്ട് എഫ് കോസ് തീറ്റ ആയിരിക്കും വേണ്ടത്. അതായത്
എഫ് കോസ് തീറ്റ ഇതും അതേപോലെ തന്നെ എന്താണ് ഇതായിരിക്കും എന്ത് എൻ്റെ എഫ് സൈൻ തീറ്റ. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ ആലോചിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു സെൻട്രിപെറ്റൽ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്, എഫ് സെൻട്രിപെറ്റൽ എവിടെ ആക്ട് ചെയ്യുന്നത്, സെൻട്രിപെറ്റൽ എവിടെ ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. ഇനിയുമാണ് അറ്റ് ഇക്വിലിബ്രിയം നോക്കിയോളൂ. അറ്റ് ഇക്വിലിബ്രിയം, അറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയേ ഏതൊക്കെ ഫോഴ്സ് ആണ് ഈക്വൽ. ആർ കോസ് തീറ്റ എന്തിന് ഈക്വലാ, ഈ ഡയറക്ഷനിൽ ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, എഫ് സൈൻ തീറ്റയും ആക്ട് ചെയ്യുന്നുണ്ട്, എം ജിയും ആക്ട് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ. ആർ കോസ് തീറ്റ എന്തിനൊക്കെ ഈക്വൽ ആയിരിക്കും, കാരണം ഇത് ഇങ്ങോട്ട് ആർ കോസ് തീറ്റ, ഇങ്ങോട്ട് ആരൊക്കെ ആക്ട് ചെയ്യുന്നുണ്ടേ, എം ജിയും ആക്ട് ചെയ്യുന്നുണ്ട്, എഫ് സൈൻ തീറ്റ ആക്ട് ചെയ്യുന്നുണ്ട്, ആണോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, എഴുതാവോ, എഴുതാവോടെ. ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടിരുന്നു. അപ്പൊ നോക്കിയോ ആർ കോസ് തീറ്റ ഈസിക്കൽ ഈ മൈനസ് എഫ് സൈൻ തീറ്റ ഈസിക്കൽ എത്രയാ, എം ജി. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ ഒരു ഇത് കൊടുക്കാൻ പോവാണ്. എന്താ കൊടുക്കാൻ പോകുന്നതെന്ന് അറിയാമോ, ഇവിടെ ആർ കോസ് തീറ്റ മൈനസ് ഈ എഫ് എന്ന് പറയുന്ന ഫ്രിക്ഷൻ അല്ലേ, അത് എപ്പോഴും ആലോചിച്ചോണേ. എഫ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഞാൻ എഫ് എന്ന് കൊടുത്തിട്ടേ ഉള്ളൂ. എഫ് ഇത് ഫ്രിക്ഷണൽ ആണ്, ഫ്രിക്ഷണൽ ആണെന്നുള്ള കാര്യം ഓർത്തോണം, അത് എഴുതിയിട്ടേക്കണം. എഫ് എന്ന് പറയുമ്പോൾ ഫ്രിക്ഷണൽ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എഫിന് വരെ ഇത് എഫ് ഫ്രിക്ഷനാ. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ, മ്യൂ ഇൻറ്റു ആർ അല്ലേ, അല്ലേ. അപ്പൊ മ്യൂ ആർ എന്തെന്ന് എഴുതാം, സൈൻ തീറ്റ എന്ന് എഴുതാം, ശരിയല്ലേ. ആണല്ലോ, ഈസിക്കൽ ടു എത്രയാ, എം ജി. ആണല്ലോ, ആണല്ലോ. ഇവിടെ ഒന്ന് ആറ് കോമൺ എടുക്കാമല്ലോ. ആറ് കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, കോസ് തീറ്റ മൈനസ് മ്യൂ സൈൻ തീറ്റ ഈസിക്കൽ ടു എന്തെന്ന് വരും, എം ജി. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അടുത്തത് നോക്കിയേ, അടുത്തത് നോക്കിയേ, ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാ, ഇങ്ങോട്ടേക്ക് ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, എഫ് കോസ് തീറ്റയും ആർ സൈൻ തീറ്റയും ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്. അത് അങ്ങോട്ട് ആക്ട് ചെയ്യാൻ കാരണം എന്താ, നടുക്കോട്ട് ആക്ട് ചെയ്യുന്ന ജനറൽ ഫോഴ്സ് എന്താ, സെൻട്രിപെറ്റൽ ഫോഴ്സാ. അപ്പം അവിടെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ എഴുതേണ്ടി വരും, അതായത് ആർ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ ഈസിക്വൽ ടു എഫ് സി എന്ന് എഴുതേണ്ടി വരും, സെൻട്രിപെറ്റൽ ഫോഴ്സ്. അവിടെ നിന്ന് ആർ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ ഈസിക്വൽ ടു സെൻട്രിപെറ്റൽ ഫോഴ്സ് എം വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ആണെന്ന് നമുക്കറിയാം. അതിനെ നമ്മൾ ഇക്വേഷൻ 2 എന്ന് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2 ചെയ്യാൻ പോവാണ്. ഒരു കാര്യം എഫ് എഫ് അല്ലേ, ഇവിടെ വേണമെങ്കിൽ എന്ത് കൊടുക്കാം, ഇവിടെ ഇക്വേഷൻ 2 കൊടുക്കുന്നതിന് മുമ്പ് ആ എഫിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് കൊടുക്കാം. 2 ഇവിടെ നമുക്ക് ആർ സൈൻ തീറ്റ പ്ലസ് എന്താ മ്യൂ ആർ കോസ് തീറ്റ ഈസിക്കൽ ടു എന്താ എം വി സ്ക്വയർ ബൈ ആർ എന്ന് വരുന്നു. അവിടുന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു, ആറ് കോമൺ എടുത്തു കഴിഞ്ഞാൽ സൈൻ തീറ്റ പ്ലസ് മ്യൂ കോസ് തീറ്റ ഈസിക്വൽ ടു എന്താ എം വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ. ഓക്കെ ആണല്ലോ, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2 ചെയ്യാൻ പോവാണ്. ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2 ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താ ഇക്വേഷൻ 1 എന്താ, ആർ സൈൻ തീറ്റ പ്ലസ് മ്യൂ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ കോസ് തീറ്റ മൈനസ് അല്ല ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ 1 ആണ്. ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ 1 ആണ്. 2 ഡിവൈഡ് ബൈ 1, ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ 1 ആണ്. അപ്പം ആർ സൈൻ തീറ്റ പ്ലസ് മ്യൂ കോസ് തീറ്റ ഡിവൈഡ് ബൈ ആർ കോസ് തീറ്റ മൈനസ് മ്യൂ സൈൻ തീറ്റ എന്ന് വരും, ഈസിക്വൽ ടു എം വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ഹോൾ ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും, എം ജി എന്ന് വരും. ആണല്ലോ, നമുക്കറിയാം റെസിപ്രോക്കൽ ഈ ആറും ആറും കട്ട് ചെയ്ത് പോയി, ബാക്കി എന്തെന്ന് വരും, സൈൻ തീറ്റ പ്ലസ് മ്യൂ കോസ് തീറ്റ ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ സൈൻ തീറ്റ ഈസിക്വൽ ടു എം വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ഇൻറ്റു എന്താണ് 1 ബൈ എം ജി എന്ന് വരും. റെസിപ്രോക്കൽ എടുക്കും, എമ്മും എമ്മും കട്ട് ചെയ്ത് കളയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം എന്താണ് ഇങ്ങനെയായിരിക്കും കിട്ടുക, സൈൻ തീറ്റ പ്ലസ് മ്യൂ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ സൈൻ തീറ്റ ഈസിക്വൽ ടു എന്തെന്ന് കിട്ടുന്നു, വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ജി എന്ന് കിട്ടുന്നു. ഓക്കെ ആണോ, ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. ഞാൻ എല്ലാ ടേമിനെയും, അതായത് എൽ എച്ച് എസിലെ എല്ലാ ടേമിനെയും കോസ് തീറ്റയും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണേ. അത് എഴുതണം, ഡിവൈഡിങ് ഓൾ ടേംസ് ഓൺ എൽ എച്ച് എസ് വിത്ത് എന്തുമായിട്ടാ, വിത്ത്
കോസ് തീറ്റയും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകും. അപ്പോൾ എന്തായിരിക്കും വരുന്നത് നോക്കിയേ, സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ പ്ലസ് മ്യൂ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും, കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു, ഇപ്പുറത്തൊന്നും ചെയ്യുന്നില്ല, ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ജി. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ ആണെന്ന് നമുക്കറിയാം. കോസ് തീറ്റയും കട്ട് ചെയ്യുമ്പോൾ മ്യൂ എന്ന് വരും, ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ബൈ കോസ് തീറ്റ 1 വരും, മൈനസ് ഇവിടെ മ്യൂ ടാൻ തീറ്റ എന്ന് വരും, ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ജി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ബാങ്ക് റോഡിലുള്ള മാക്സിമം വെലോസിറ്റി ആണ്. അപ്പോൾ വി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ആർ ജിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പം ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ എഴുതാം, ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ ഇൻറ്റു ആർ ജി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ എന്ന് എഴുതാം. അവിടെ നിന്ന് വി കണ്ടുപിടിക്കാൻ വേണ്ടി വി ഈസ് ഈക്വൽ ടു ആർ ജി റൂട്ട് ഓഫ് ആർ ജി എന്തെന്ന് എഴുതാം, ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ. എന്നിട്ട് എഴുതുക, ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ മാക്സിമം പെർമിസിബിൾ velocity through velocity of a vehicle through velocity of a vehicle through velocity of a vehicle through a banked road. ഇതിന്റെ രണ്ട് കേസും ഉണ്ട്. അപ്പൊ നേരത്തെ മ്യൂ ആർ ജി എന്നല്ലായിരുന്നു, ഇപ്പൊ എന്താ അതിൻ്റെ കൂടെ ഈ ആംഗിളും കൂടെ ഒക്കെ വന്നു, അപ്പൊ കുറച്ചുകൂടെ സ്പീഡിൽ പോവാന്നർത്ഥം. ഏതാ ചെറുതാക്കാം, കാണാമോ? ഇത്ര മതിയോ അതോ താഴ്ഭാഗമാണോ? എവിടത്തെ ഭാഗം? ഇത് തന്നെ. അടുത്ത ഭാഗം നോക്കിക്കോളൂ. അടുത്ത
എഴുതി കഴിഞ്ഞോ കുഞ്ഞുങ്ങളെ? ഇതിന്റെ രണ്ട് കേസുകളുണ്ട്. ആ കേസുകൂടെ ഒന്ന് എഴുതിയെടുത്തിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ആ രണ്ട് കേസുകളുണ്ട്, എഴുതിക്കും. ഇതിനകത്ത് കൊളീഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുകളുണ്ട്. അപ്പൊ നമുക്കൊരു ചെറിയ ടോപ്പിക് അത് നമുക്ക് അടുത്ത ദിവസം ന്യൂമറിക്കൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർക്കാൻ വേണ്ടിയിട്ടെ. അപ്പം നോക്കിക്കോളൂ. കേസ് വൺ എന്താണെന്നറിയാമോ? ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 0, തീറ്റ 0 ആണെങ്കിൽ വി എന്തായിട്ട് മാറും നോക്കാം നമുക്ക്. വിയുടെ ഇക്വേഷൻ എന്താ? വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താ ആർ ജി ഇല്ലേ ഇൻറ്റു എന്താ ടാൻ ഇല്ലേ. തീറ്റയ്ക്ക് വരെ എന്ത് കൊടുക്കാം? ടാൻ 0 പ്ലസ് എത്രയാ മ്യൂ ഡിവൈഡഡ് ബൈ എന്താ എത്ര 1 മൈനസ് മ്യൂ എന്താ ടാൻ 0 ആണ്. ആണോടെ? ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ വി ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ 0 എന്ന് പറയുന്നത് എത്രയാ? ടാൻ 0 എന്ന് പറയുമ്പോൾ എത്രയാ? 0 ആണ് ഇല്ലയോ? 0 പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ഇൻറ്റു 0. അപ്പൊ ഇത് വരുമ്പോൾ എന്ത് വരും? വി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു 0 ആണ്. ആർ ജി ഇൻറ്റു മ്യൂ മ്യൂ ആണ്. അപ്പൊ മുകളിൽ ആർ ജി മ്യൂ മാത്രമേ വരത്തുള്ളൂ. യു അല്ല മ്യൂ ആണേ കേട്ടോ, എപ്പോഴും ശ്രദ്ധിക്കണം. ഡിവൈഡഡ് ബൈ എത്രയാ? 1 മൈനസ് മ്യൂ ഇൻറ്റു 0 തന്നെ, അപ്പോൾ 1 തന്നെ. അപ്പൊ നമുക്ക് വി എന്ത് തന്നെയാ? വി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എന്താ മ്യൂ ആർ ജി. ഇത് തന്നെ അല്ലായിരുന്നോ ലെവൽ റോഡിന്റെ അല്ലേ? അതെന്താ തീറ്റ 0 എന്ന് പറഞ്ഞാൽ അത് ലെവൽ റോഡ് ആയില്ലേ? തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ. ഇവിടെ നോക്കൂ, ഇതിനിടയ്ക്കുണ്ടാകുന്ന ആംഗിൾ ആണ് തീറ്റ. ഈ തീറ്റ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് ബാങ്ക്ഡ് അല്ല, നേരെ തന്നെ ഇരിക്കുന്നു എന്നർത്ഥം. അപ്പൊ പഴയ മറ്റേതിന്റെ ഇക്വേഷൻ തന്നെ ആയി. മുകളിൽ ഇനി കേസ് 2 കൂടെ നോക്കിക്കോ. കേസ് 2 അവർ പറയുന്നത് എന്താണെന്നറിയാമോ? കേസ് 2 മ്യൂ എന്ന് പറയുന്നത് 0 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ്? മ്യൂ 0 എന്ന് പറഞ്ഞാൽ എന്താ? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0 ആവുന്നുള്ള അല്ലേ? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? അവിടെ ഫ്രിക്ഷൻ ഇല്ല എന്നല്ലേ? എങ്ങനെയാ റോഡിൽ ഫ്രിക്ഷൻ ഇല്ലാത്ത അവസ്ഥകൾ വരുന്നത് എപ്പോഴാ? ആ തെന്നി കിടക്കുന്ന എപ്പോഴാ? ആ മഴയുള്ളപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടിയുടെ ഓയിലോ ഒക്കെ ലീക്ക് ആകുന്ന സമയത്ത് അത് റോഡിൽ ഫുള്ള് പടർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫ്രിക്ഷൻ നഷ്ടപ്പെടും അല്ലേ? ശരിയല്ലേ? അപ്പം അതാണ് കേസ് 2. അപ്പൊ കേസ് 2 മ്യൂ ആണ് 0 ആവുന്നത്. മ്യൂ 0 ആയി കഴിഞ്ഞാൽ നമ്മുടെ വിയുടെ ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ടാൻ തീറ്റ പ്ലസ് എത്രയാ മ്യൂ എന്നാ പഠിച്ചിട്ടുള്ളത് ആണോ? ഡിവൈഡഡ് ബൈ എത്രയാ? 1 മൈനസ് മ്യൂ ടാൻ തീറ്റ അല്ലേ? അപ്പൊ മ്യൂ 0 അപ്പൊ 0 ഇൻറ്റു എന്തെന്ന് എഴുതാം? 0 ഇൻറ്റു ടാൻ തീറ്റ എന്ന് എഴുതാം അല്ലേ? അപ്പം താഴത്തെ എല്ലാം അങ്ങ് എന്തായിപ്പോകും? 1 ആയിപ്പോകും. മോളിൽ മാത്രം എന്താ? മോളിൽ മ്യൂ 0 അല്ലേ? ഒരു ഇക്വേഷൻ കൊടുത്തിട്ട് ചെയ്യാമേ. ആ ഇക്വേഷൻ ഒന്ന് എഴുതിയിട്ട് ചെയ്യാം. ഇവിടെ ഇങ്ങനെ എഴുതിക്കും. ഇങ്ങനെ ആ ഇക്വേഷൻ എഴുതിയിട്ട് മ്യൂവിന് 0 കൊടുക്കും. റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് 0 ഡിവൈഡ് ബൈ 1 മൈനസ് 0 ടാൻ തീറ്റ. അപ്പം എന്തെന്ന് വരും? മുകളിലത്തെ റൂട്ട് ഓഫ് എന്താ ആർ ജി ഇൻറ്റു ടാൻ തീറ്റയാണ്. അപ്പം
മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒപ്റ്റിമം സ്പീഡ്, ഇത് ഒപ്റ്റിമം സ്പീഡാണ്, മാക്സിമം അല്ല, ഒപ്റ്റിമം. ഇത് മാക്സിമം സ്പീഡ് അല്ല. മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ കേസാണ്. ഇത് ഒപ്റ്റിമം സ്പീഡാണ്. ഇപ്പൊ ഈ സ്പീഡിൽ കൂടുതൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്ത് സംഭവിക്കും? സ്കിഡ് ആവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. വണ്ടിക്ക് നല്ല കൺട്രോൾ കുറവുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ സ്കിഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒപ്റ്റിമം സ്പീഡ് താഴെ പോയി കഴിഞ്ഞാൽ ആർക്കും ഓടിക്കും. മഴയാണെങ്കിലും വെയിലാണെങ്കിലും കാറ്റാണെങ്കിലും ഓടിക്കാൻ പറ്റത്തില്ല, ഇല്ലയോ? മെൽവിനൊക്കെ ഓടിക്കാൻ പറ്റും, ആണോ? ഓക്കെ, ചുമ്മാ. ഓക്കെ, നോക്കിക്കോ. അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇതും കൂടെ എഴുതിയെടുത്തോ. നമ്മൾ ഇന്ന് ഇത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ഇനിയും നമുക്ക് ഒരു കൊളീഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അത് ഇച്ചിരി വലുതാണ്. 2 ഡയമെൻഷൻ 3 ഡയമെൻഷൻ നിങ്ങൾ ഇത് ആരെങ്കിലും സ്കൂളിൽ പഠിപ്പിച്ചു ഈ ചാപ്റ്റർ? ആ, തീർത്തു. കൊളീഷൻ പഠിപ്പിച്ചായിരുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ച് പെട്ടെന്നാട്ടെ. ക്രിസിനൊക്കെ ഓക്കെ ആണോ? ക്രിസിൻ അതേപോലെ തന്നെ അനഘ, പാർവണ ഓക്കെ ആണ് സർ. സൂര്യഗായത്രി